നമസ്കാരം. ഒന്നോ രണ്ടോ അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പരാതികൾ കുമിഞ്ഞുകൂടുന്നുണ്ട് നേതൃത്വത്തിന് മുന്നിൽ. ഹൂ കെയേഴ്സ് എന്ന് മറുപടി പറഞ്ഞ നേതൃത്വത്തിന് ഒഴിയാവുന്ന പരാതികളല്ല അതൊന്നും. പരാതി നൽകിയവരിൽ കോൺഗ്രസിന്റെ മുൻ ജനപ്രതിനിധിയുടെ മകളും ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. വിവാഹ വാഗ്ദാനം നൽകിയെങ്കിലും പിന്നീട് പിന്മാറി എന്നാണ് പരാതി. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി CPIM-ഉം BJP-യും പ്രതിഷേധം തുടരുകയുമാണ്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങാനാകാതെ രാഹുൽ അടൂരിലെ വീട്ടിൽ തന്നെ തുടരുമ്പോഴും രാജി ആവശ്യം തള്ളുകയാണ് കോൺഗ്രസ്. പരാതി ആഭ്യന്തര സമിതി അന്വേഷിക്കുമെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. CPIM നേതാക്കൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ പാർട്ടി കോടതി അന്വേഷിക്കുന്നതും പീഡനത്തിന്റെ തീവ്രത അളക്കുന്നതും അതിരൂക്ഷമായി വിമർശിക്കുന്നവർ ആണ് അതീവ ഗൗരവ സ്വഭാവമുള്ള പരാതി അന്വേഷിക്കാൻ ഇങ്ങനെയൊരു സമിതിയെ ഏൽപ്പിക്കുന്നത്. അതേസമയം പരാതികളൊന്നും പോലീസിന് മുന്നിൽ എത്താത്തതിനാൽ രാഹുലിന് നിയമത്തിന് മുന്നിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടാം. കൂടുതൽ തെളിവുകൾ ലഭിക്കുകയോ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിന്റെ ഇര നേരിട്ട് വരികയോ ചെയ്താൽ മാത്രം കേസെടുത്താൽ മതി എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. എന്തായാലും LDF MLA-മാർ ആരോപണ വിധേയരായപ്പോൾ രാജിവെച്ചില്ലല്ലോ എന്ന മറുചോദ്യം ഉന്നയിച്ച് കോൺഗ്രസിന് എത്ര നാൾ പ്രതിരോധ കോട്ട തീർക്കാനാകും? ആരാണ് രാഹുലിന് കെയർ നൽകുന്നത്? പരാതികളുടെ എണ്ണം പെരുകുമ്പോൾ MLA സ്ഥാനത്ത് തുടരാൻ രാഹുൽ അർഹനോ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി ധന്യരാമൻ, ആക്ടിവിസ്റ്റ്, ശ്രീജിത്ത് പണിക്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, വസന്ത് തെങ്കമ്പള്ളി, കോൺഗ്രസ് നേതാവ്, ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, CPIM സഹയാത്രികൻ എന്നിവർ ആണ്. ആദ്യം ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ. വലിയ പ്രതിഷേധം ആണ് ഉയരുന്നത്. രാഹുലിന്റെ രാജിയാണ് CPIM-ഉം BJP-യും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ ഇപ്പോഴും പ്രതിരോധ കോട്ട തീർക്കുന്നുണ്ട് കോൺഗ്രസ്. പ്രത്യേകിച്ച് ഇത്തരം ആരോപണങ്ങളൊക്കെ CPIM-ൻ്റേതുൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വന്നതല്ലേ? അപ്പോഴൊന്നും അവർ MLA സ്ഥാനം രാജിവെച്ചില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് രാഹുലിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു ആവശ്യം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രതിരോധം. അത് നമുക്കതിനെ കുറിച്ച് പറയാനുള്ളത്, വ്യക്തിപരമായി രാഹുലിനെതിരെ ഇതിനെ ഞാൻ കാണുന്നില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവർ കാണിക്കേണ്ട ഒരു മാതൃകയുണ്ട്. പൊതുപ്രവർത്തകരായിട്ട് നിൽക്കുമ്പോൾ അവർ ഒരു ഗാന്ധിജിയാകാൻ പറ്റിയില്ലെങ്കിലും സാമാന്യമായ ഒരു മാതൃക സമൂഹത്തോടെ കാണിക്കുന്നു. ഇത് രാഹുലിന്റെ മാത്രം ഒരു പ്രശ്നമല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരുവിധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരിലെല്ലാം ഞാൻ ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അപ്പൊ ആ രാഷ്ട്രീയപരമായ മാതൃക കാണാൻ നമുക്ക് കഴിയുന്നില്ല. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ കാണുന്ന ഒരു രീതി, ഇങ്ങനെയുള്ളവരെ പർവ്വതീകരിച്ച് അവരെ ഹീറോ ആയിട്ട് കാണുന്ന ഒരു കൾച്ചർ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ട്. ഞാൻ കോൺഗ്രസിന് മാത്രമായിട്ട് പറയുന്നു. അങ്ങനെയുള്ളവരെ സ്വീകരിച്ച് കോടതി ശിക്ഷിക്കുന്നവരെ കോടതിയിൽ നിന്ന് സ്വീകരിച്ച് കൊണ്ടുപോയത് അഭിലാഷം കണ്ടിട്ടുണ്ടായിരിക്കും. വലിയ കേസിൽ ശിക്ഷിച്ച് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് ജാമ്യം കിട്ടിയപ്പോൾ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോയ ചരിത്രമൊക്കെ നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യ മൊത്തത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ, സ്ത്രീകളെ നശിപ്പിക്കുക, സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കുക, ഇതിനെയൊക്കെ ന്യായീകരിച്ചും പർവ്വതീകരിച്ചും ഒക്കെ നിൽക്കുന്ന ഒരു സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരിപ്പോഴും തുടർന്ന് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അവരെയൊക്കെയാണ് ഹീറോ ആയിട്ട് കാണുന്നത്. അപ്പൊ ആദർശപരമായ ജീവിതം നയിക്കുന്നവരെക്കാൾ കൂടുതലായിട്ട് ഹീറോ ആയിട്ട് കാണുന്നത് ഇങ്ങനെയുള്ളവരെയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. കാര്യം അവർ തിരിച്ചും ചോദിക്കാൻ ശരി, ഇടതുപക്ഷത്തിന്റെ MLA-മാരുണ്ടായിരുന്നില്ലേ, BJP-യുടെ MP-മാര് MLA-മാര് ഇങ്ങനെ പലരുമില്ലേ? അപ്പൊ ഇതിനെ ഒരു തെറ്റിനെ നമ്മൾ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. തെറ്റിനെ തെറ്റായിട്ട് കാണുകയും ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അർഹപ്പെട്ട ശിക്ഷയും കൊടുക്കണം. ഇപ്പൊ അത് യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. നാളെ MLA സ്ഥാനം രാജിവെക്കുന്നു തന്നെ കരുതാം. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തെ തെറ്റിൽ നിന്ന് വിമുക്തമാക്കുന്നില്ല. അത് തൽക്കാലത്തേക്കുള്ള ഒരു ജനസേവനം എന്നുള്ള രീതിയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ മാറി നിൽക്കുന്നു. പക്ഷെ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്, ഈ സമൂഹം വിദ്യാഭ്യാസമുള്ള ഒരു പ്രബുദ്ധ ജനത വിരൽ ചൂണ്ടുന്നത് മൊത്തത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ നേരെയാണ്. ഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരിൽ നല്ലൊരു വിഭാഗത്തിൽ ഈ രീതിയിലുള്ള പ്രവണത കണ്ടുവരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് നിപ്പോട്ടിസം, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ, സ്വജനപക്ഷപാതവും മറ്റ് അഴിമതികളും കൈക്കൂലിയും ഒക്കെ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്കെല്ലാം തീർച്ചയായിട്ടും പൊതുജനത്തിറങ്ങുമ്പോൾ പലരും ഞങ്ങളെയും ആ കണ്ണുകൾ കൊണ്ട് കാണുന്നു. ഞങ്ങളെ എന്ന് പറയുമ്പോൾ വളരെ അധികം പേര് ഇങ്ങനെ മാറി നിൽക്കുന്നവരുണ്ട്. നമുക്ക് എപ്പോഴും അറിയാം, വെള്ള വസ്ത്രത്തിൽ ഒരു അല്പം കറുപ്പ് പറ്റിയാൽ എടുത്തു കാണുന്നത് ആ കറുപ്പായിരിക്കും. അപ്പൊ ബാക്കിയുള്ള വെള്ളഭാഗം ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. ഇവിടെയും സംഭവിക്കുന്നത് അത് തന്നെയാണ്. അപ്പം രാജിവെക്കുക എന്നുള്ളത് ഒന്ന് അദ്ദേഹം വ്യക്തിപരമായി തീരുമാനിക്കേണ്ടത്. പിന്നീട് അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം.
ആ രാഷ്ട്രീയ പാർട്ടി നേതൃത്വമാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണോ വെക്കണ്ടായോ തീരുമാനിക്കുന്നത്. എന്തായാലും പക്ഷേ ഈ രാജിവെച്ചാലില്ലെങ്കിലും CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഈ ആളുന്ന പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തീരുമാനമെടുക്കുകയാണ് വേണ്ടത് എന്നാണ്. അതിനർത്ഥം അദ്ദേഹം പദവിയിൽ നിന്നൊഴിയണം, MLA സ്ഥാനം രാജിവെക്കണമെന്നാണല്ലോ. അല്ല, ഞാൻ അതിന്റെ മറുപടിയാണ് പറഞ്ഞത്. അദ്ദേഹം രാജിവെച്ചത് കൊണ്ടോ ഒരു MLA ഒരു MP രാജിവെച്ചത് കൊണ്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മളിലുണ്ടായ കളങ്കം ഇല്ലാതാകുന്നില്ല. സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ സ്വീകരിക്കേണ്ട മാന്യത, സാമൂഹ്യ മര്യാദ അതൊന്നും ഒന്നും പരിഹാരമാകുന്നില്ല. അല്ല, ആ കളങ്കം ഇല്ലാതാക്കുന്നതിനുള്ള നടപടിയായി ഈ യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്ന് മാറി നിന്നാൽ മതിയോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ധാർമ്മികമായിട്ട് അദ്ദേഹം എന്ന വ്യക്തിയും അദ്ദേഹം പ്രദാനം ചെയ്യുന്ന പ്രസ്താവനവുമാണ് തീരുമാനിക്കേണ്ടത് ഇത് എന്ത് ചെയ്യണം. അതുകൊണ്ട് CPIഎമ്മിന്റെ 2 MLA രാജിവെച്ചില്ല, BJPയുടെ MP ബ്രിജുഭൂഷൺ രാജിവെച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് അടയ്ക്കുക എന്നുള്ളൊരു സ്ഥിതി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് നേരിടുക എന്നുള്ള ഒരു ഫിലോസഫി മാത്രമാണ്. ലൈ ഓഫ് നെമസിസ് എന്ന് പറയുന്നത് പോലെ കണ്ണിന് കണ്ണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രതികാര ശാസ്ത്രം. അത് അവരുടെ, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലെ പറഞ്ഞല്ലോ, അത് അവരുടെ ധാർമ്മികമായ ചിന്താഗതി ആയിരിക്കണം, പാർട്ടിയുടെ തീരുമാനമായിരിക്കണം. രാജിവെക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് ആർക്കും അവകാശപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. അതിന്റെ കാരണം ഈ 2 കാല് മന്ത്രം തട്ടഴിച്ചിട്ട് ഒരു കാല് മന്ത്രിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ ശരിയാണ് രാജിവെച്ചിട്ടില്ല, പല ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. BJPക്കാർക്ക് ആവശ്യപ്പെടാൻ ഒട്ടുമില്ല. നിരവധി MLA-മാരും MP-മാരും ഒക്കെ ഈ കേസിൽ നിരവധി കേസുകളിൽ ബ്രിജുഭൂഷൺ ഉൾപ്പെടെ എത്രയോ കേസിൽ പ്രതിയായവരാ. അതുകൊണ്ട് രാജിവെക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. പക്ഷേ ആ ഒരു ജനാധിപത്യ സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റം വരേണ്ടതില്ലേ? പ്രത്യേകിച്ച് ഈ യുവ നേതാക്കളിലൊക്കെ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും. അപ്പോൾ ഇവർക്കെല്ലാം ഒരേ ധാർമ്മികത കൊണ്ട് അളന്നാലും മതിയോ ശ്രീ ബലദേവ്? കാരണം CPIഎമ്മിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു പിഴവുണ്ടായാൽ അതാണല്ലോ അവരുടെ ധാർമ്മികത, അതുകൊണ്ട് ഞങ്ങൾക്കും ഇതാകാം എന്ന് പറയുന്ന ആ നയത്തിൽ നിന്ന്, രീതിയിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകണ്ടേ? ഞാനത് തന്നെയാണ് പറഞ്ഞത്. അത് സ്വയമായിട്ട് ആ വ്യക്തിയും ആ പ്രസ്താവനവുമാണ് തീരുമാനിക്കേണ്ടത്. ഇങ്ങനെ ഒരു കളങ്കം നമ്മുടെ പേരിൽ വന്നാൽ മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടുക. അപ്പോൾ പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ്. നമ്മളത് ആവശ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്നുണ്ട്. നാളെ ഗോവിന്ദ മാഷ അല്ലെങ്കിൽ BJPയുടെ ദേശീയ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് രാജിവെക്കണമെന്നില്ല. ഇനി KPCC പ്രസിഡന്റിന് ആവശ്യപ്പെട്ടാൽ MLA സ്ഥാനം രാജിവെക്കണമെന്നില്ല. അവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന എവിടെയാണ്? അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് അവർക്ക് മാറ്റാൻ പറ്റും. MLA സ്ഥാനം തെരഞ്ഞെടുക്കപ്പെട്ട വെറുതെ മാറ്റാൻ ഒരു കക്ഷികൾക്കും ഗവൺമെന്റിനും കഴിയത്തില്ല, ഗവർണർക്കോ പാർലമെന്റിനോ ഒരു നിയമത്തിനും കഴിയത്തില്ല. ശിക്ഷിക്കപ്പെടുന്നത് വരെ, അദ്ദേഹം കോടതിയുടെ മുന്നിൽ വന്ന് കുറ്റവാളിയാണെന്ന് തെളിയുന്നത് വരെ അദ്ദേഹത്തിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് അദ്ദേഹം തന്നെ തീരുമാനിക്കണം. ഞാൻ പറഞ്ഞതല്ല, ഇതൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. രാഹുലിന്റെ മാത്രം പ്രശ്നമല്ല, രാഷ്ട്രീയ പ്രവർത്തകരുടെ മൊത്തത്തിലുള്ള അധാർമികമായിട്ടുള്ള പ്രവർത്തികൾ ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. ആ പബ്ലിക് ഇഷ്യൂ ആണ് ഇന്ന് വിദ്യാഭ്യാസമുള്ള പ്രബുദ്ധരായ ജനം ചോദ്യം ചെയ്യുന്നതും മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ആ ഒരു കണ്ണോടുകൂടി തന്നെ കാണുന്നു. യവന്മാരെല്ലാവരും കുഴപ്പക്കാരാണ്, യവന്മാരെല്ലാം സ്ത്രീലമ്പടന്മാരാണ്, മദ്യപാനികളാണ്, സ്വജനപക്ഷപാതികളാണ്, കൈക്കൂലിക്കാരാണ്. നമുക്കറിയാം ഇപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ ഒരു 90% പേര് കൈക്കൂലി വാങ്ങിക്കാത്തവരാണ്. നമ്മുടെയൊക്കെ അനുഭവം അതാണ്. പക്ഷെ ഇപ്പോഴും 5-10% പേര് കൈക്കൂലിക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 100% പേരെയും ഉദ്യോഗസ്ഥരെ കൈക്കൂലിക്കാരായിട്ടാണ് കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്കറിയാം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ SI-മാർ ഭൂരിപക്ഷം പേര് കൈക്കൂലി വാങ്ങിക്കാത്തവരാ. ഞങ്ങൾ എപ്പോഴും ബന്ധപ്പെടുന്നവരാ. പക്ഷെ അവരെയൊക്കെ പൊതുജനം കാണുന്നത് എന്തുവാ? അവരെല്ലാം കൈക്കൂലിക്കാരാണ്. അപ്പൊ ഈ രീതിയിൽ ഒരാൾ ചെയ്യുന്ന തെറ്റിനകത്ത് 100 കണക്കിന് പേര് പഴി കേൾക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ തെറ്റ്. പിന്നെ രാഹുൽ രാജിവെക്കണോ? രാഹുൽ അത് തീരുമാനിക്കേണ്ട ഒന്ന് രാഹുലും അവരുടെ പാർട്ടിയുമാണ്. നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ആ പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശ്രീ വസന്ത് തെങ്ങുംപള്ളി ഇപ്പോൾ ടെലിഫോൺ ലൈൻ ചർച്ചയിൽ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ വസന്ത്, ഇവിടെ സൂചിപ്പിക്കുന്നത്, അതായത് KPCC അധ്യക്ഷൻ പറയുന്നത് ധാർമ്മികമായി CPIഎമ്മിന് അവകാശമില്ല രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ എന്നുള്ളതാണ്. അതായത് ഈ CPIഎമ്മിന്റെ അതേ ധാർമ്മികത തന്നെയാണോ ഈ കോൺഗ്രസിനും ഉള്ളത് എന്നാണോ അദ്ദേഹം പറയുന്നത്? അല്ല, നോക്കൂ ശ്രീ അഭിലാഷ്, ഞങ്ങൾക്ക് ധാർമ്മികതയുള്ളത് കൊണ്ടാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം പാർട്ടിയുടെ ഒന്നിച്ചുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ധാർമ്മികതയുടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനം രാജിവെച്ചത്. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ വളരെ കൃത്യമായി സൂചിപ്പിച്ചു. ഈ MLA സ്ഥാനം എന്ന് പറയുന്നത് പാർട്ടിക്ക് പോലും നേരിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി MLA സ്ഥാനത്തിന് മറ്റൊരു പ്രശ്നമുണ്ട്. MLA സ്ഥാനത്തിന്റെ പ്രശ്നം അത് റിട്രീവബിൾ അല്ല. ഇപ്പം മന്ത്രിയാണ്, ഒരു ക്യാബിനറ്റ് മന്ത്രിയാണെങ്കിൽ അയാൾ, നമുക്കറിയാമല്ലോ, CPIഎമ്മിന്റെ തന്നെ 1ാം പിണറായി ഗവൺമെന്റിൽ ഒരു മാധ്യമ പ്രവർത്തകയോട് അസഭ്യം പറഞ്ഞതിന്റെ പേരിൽ പുറത്തു പോവുകയും പിന്നീട് രാജിവെച്ച് പുറത്തു പോവുകയും 6 മാസം കഴിഞ്ഞപ്പോൾ ആ ചാനൽ തന്നെ ഇല്ലായ്മ ചെയ്ത്, CPM നേതൃത്വം കൊടുത്ത് ആ ചാനലിനെ തന്നെ ഇല്ലായ്മ ചെയ്ത് ലാസ്റ്റ്
അതേ മന്ത്രി തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. അത് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്? അത് മുഖ്യമന്ത്രി സ്വന്തം ക്യാബിനറ്റിൽ നിന്ന് ഒരാളെ പുറത്താക്കി അയാളെ തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കും. എന്നാൽ MLA മാർക്കോ MP മാർക്കോ തങ്ങൾ അഗ്നിപരീക്ഷയിലൂടെ കടന്നുപോയാലും മടങ്ങി വരിക എന്ന് പറയുന്നത് പോസിബിൾ ആയ ഒരു സാധ്യമല്ല. അവർ അഗ്നിപരീക്ഷ വിജയിച്ച് തിരിച്ചു വന്നാലും MLA സ്ഥാനം തിരികെ കിട്ടില്ല, മന്ത്രിസ്ഥാനം അങ്ങനെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതിന്റെ തെളിവ് പിണറായി ഗവൺമെന്റിന്റെ തന്നെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം വളരെ കൃത്യമായി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു FIR ഇടാത്ത കേസാണ്. FIR ഇട്ട് അന്വേഷണം നടത്തി കോടതിയുടെ മുമ്പിൽ ചാർജ് ഷീറ്റ് കൊടുത്ത കേസിൽ പ്രതിയാണ് ആര്? ശ്രീ M. മുകേഷ്. M. മുകേഷ് ഫോണിലൂടെ നടിയെ വിളിച്ചു. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഈ സൈബർ ഇടത്തിൽ നിരവധി മുഖങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നുണ്ട്. അതിൽ നിരവധിയായ ആളുകളുണ്ട്. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒക്കെ ആളുകൾ മാറി മാറി വരുന്ന സാഹചര്യമുണ്ട്. അതാണ് എൻ്റെ ചോദ്യം. ഈ കാലഘട്ടത്തിലും CPIM മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികതയെ ഞങ്ങൾക്കുള്ളൂ എന്നതാണോ കോൺഗ്രസിന്റെ അടിസ്ഥാന നയം എന്നുള്ളതാണ് ചോദ്യം. അല്ലല്ലോ. കാരണം CPM മുമ്പോട്ട് വെച്ച ധാർമ്മികത എന്താണ്? CPM ധാർമ്മികത മുമ്പോട്ട് വെച്ചിട്ടില്ല. M. മുകേഷിനെതിരെ ആരോപണം വരുന്നു, FIR ഇടുന്നു, ചാർജ് ഷീറ്റ് കൊടുക്കുന്നു. അല്ല, താങ്കൾ പറഞ്ഞല്ലോ, നേരത്തെ താങ്കൾ പറഞ്ഞത് ഒരു മന്ത്രിയുടെ കാര്യമാണ്, മംഗളം ചാനലിന്റെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മന്ത്രിക്ക് പുറത്തു പോകേണ്ടി വന്നുവെങ്കിൽ അത് ആ കാലഘട്ടത്തിൽ എടുത്ത നിലപാടാണ്. ആ മന്ത്രി 6 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ചാനൽ പൂട്ടിപ്പോയെന്നേ ഉള്ളൂ. ചാനലിനെ പൂട്ടി. അല്ല, അത് തന്നെയാണോ ഇനിയിപ്പോൾ ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്? 6 മാസത്തേക്കാണോ ഈ സംഘടനാ തലത്തിലുള്ള മാറ്റി നിർത്തൽ? അത് കഴിയുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അമരത്തേക്ക് വീണ്ടും രാഹുലിനെ പ്രതിഷ്ഠിക്കാനാണോ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്? ഒരിക്കലും ഉണ്ടാവില്ല ശ്രീ അഭിലാഷ്. ഞാൻ ഈ മംഗളം ചാനൽ പൂട്ടിപ്പോയ കഥ പറഞ്ഞ് ഇനിയിപ്പോ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി അതിൽ നിന്ന് കുറെ പേര് ലെഫ്റ്റ് ആയി അഡ്മിനുകളാക്കാൻ ഞാൻ താല്പര്യപ്പെടില്ല. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമുള്ള ഒരു ഭയവുമില്ല. യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്നത് പോലെ കട്ടപ്പയും ബാഹുബലിയൊന്നും ഞങ്ങളുടെ മാധ്യമ ഗ്രൂപ്പിൽ വന്നാൽ ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. അല്ല വരുമോന്ന് നമുക്ക് അത് ധൈര്യമായി പറഞ്ഞു. വസന്ത് ധൈര്യമായി പറഞ്ഞോളൂ. വസന്ത് വളരെ വ്യക്തമാണ്, വളരെ വ്യക്തം. ശ്രീ അഭിലാഷ്, ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ശേഷം ആരും പരാതി കൊടുത്തിട്ടില്ല. പേപ്പർ കടലാസിൽ പോലും പരാതിയില്ല. എന്നാൽ ഒരു പൊതുപ്രവർത്തകനെതിരെ സ്വാഭാവികമായും പബ്ലിക് സ്പേസിൽ നിൽക്കുന്ന ഒരാൾ അനുവർത്തിച്ചു വരേണ്ടതായിട്ടുള്ള ഒരു സാമൂഹ്യ മര്യാദയുണ്ട്. ആ മര്യാദയ്ക്ക് കളങ്കമേക്കുന്ന രീതിയിൽ ചില ആരോപണങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. നേരത്തെ ശ്രീ വസന്ത്, താങ്കൾ തന്നെ എത്രയോ ടെലിവിഷൻ ചർച്ചകളിൽ നിരന്തരമായി പങ്കെടുക്കുന്ന ആളാണ്. നമുക്കറിയാമല്ലോ, ഈ ഇടതുപക്ഷത്തെ പല നേതാക്കൾക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഉൾപ്പെടെ ഈ ചർച്ചകളിലൊക്കെ അതിന് അതിരൂക്ഷമായി വിമർശിക്കുന്നത് അവരുടെ തെറ്റുകൾ അന്വേഷിക്കാൻ അവർക്ക് സമിതിയുണ്ടാകുന്നു, അവിടെ പാർട്ടി കോടതി ഉണ്ടാകുന്നു, ആ കോടതി അന്വേഷിച്ച് കണ്ടെത്തി ശിക്ഷിക്കുന്നു. ഇതാണോ നയം എന്ന് എത്രയോ ചർച്ചകളിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഇവിടെയും താങ്കൾ അത് തന്നെയാണ് പറയുന്നത്. അതായത് CPIM എങ്ങനെയാണോ പാർട്ടിയുടെ കോടതി പ്രവർത്തിക്കുന്നത്, അവിടെ എങ്ങനെയാണോ തീവ്രതയുടെ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുന്നത്, അങ്ങനെ ഒരു സംവിധാനമാണോ കോൺഗ്രസിനും ഉള്ളത് എന്നതാണ് എൻ്റെ സംശയം. അല്ലല്ലോ KP, അതിലൊരു പ്രശ്നമുണ്ട്. CPM ആദ്യം നടപടി സ്വീകരിച്ചിട്ടല്ല ഈ തീവ്രത അളക്കൽ കമ്മീഷനെ വെക്കുന്നത്. തീവ്രത അളക്കൽ കമ്മീഷൻ പോയിട്ട് പറയും ഇതിൽ തീവ്രത കുറവാണ് എന്ന് പറയും. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, മുകേഷിനെ ന്യായീകരിച്ചത് നിങ്ങൾ ഈ നേരത്തെ അത് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഏതെങ്കിലും PCC ഭാരവാഹിയോ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ പോലെ DYFIയുടെയോ CPMന്റെയോ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളല്ല. മുകേഷിനെ ന്യായീകരിക്കാനാണ് മുന്നിട്ടിറങ്ങിയത് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി വഹിക്കുന്ന ഈ സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും സംരക്ഷണം കൊടുത്തോളാമെന്ന് വാക്കാൽ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്ത P. സതീദേവിയാണ്. മറന്നുപോയോ? വനിതാ കമ്മീഷന്റെ അധ്യക്ഷ നേരിട്ട് ഡോക്ടർ പി സതീദേവി നേരിട്ട് മുകേഷിനെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. ഞങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അത് അഭിലാഷ് പറയുന്നതിന് മുമ്പ് ഇടപെട്ടുകൊണ്ടാ. ഞങ്ങളുടെ കാര്യത്തിലെ വ്യത്യാസം എന്താ? ഇതാ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ആ ആരോപണത്തിൽ പരാതിയില്ല, FIR ഇല്ല, അന്വേഷണമില്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ആ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ കോൺഗ്രസ് പാർട്ടി ആരോപണമെന്നാണോ താങ്കൾ പറയുന്നത്? താങ്കളുടെ പാർട്ടി നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചിട്ടില്ലേ? അതിനെ ആരോപണം എന്ന് പറയാൻ പറ്റുമോ? പാർട്ടിക്ക് പരാതി ലഭിക്കുമ്പോൾ അതൊരു ആരോപണമാണോ? ഇല്ലല്ലോ.
നോക്കൂ, അൺലെസ് ഇറ്റ് ഈസ് പ്രൂവൺ, എന്താണ് ആരോപണം എന്നും ആരോപണമാണ്. അത് എനിക്കെതിരാണെങ്കിലും കെ പിക്കെതിരാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ. നോക്കൂ, ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാനൊന്നുമല്ല ഞാനിവിടെ ഇരിക്കുക. പാർട്ടിയുടെ ഔദ്യോഗിക സ്റ്റാൻഡ് ഇതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകനോട്, ഞങ്ങളുടെ മെമ്പറിനോട് ആവശ്യപ്പെടാൻ പറ്റുന്നത് എന്താണ്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റുന്നത് ഔദ്യോഗികമായ പാർട്ടി സ്ഥാനം അന്വേഷണം കഴിഞ്ഞ് അത് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയത് പാലക്കാട്? അല്ല, ആരാണ് എം മുകേഷിനെ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി എന്റെ ചോദ്യം. താങ്കൾ വീണ്ടും ആരാണ് CPM എന്ത് ചെയ്തു, CPM എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെന്നേ, അത് പറയേണ്ടി വരും. പറഞ്ഞോളൂ. പക്ഷെ അപ്പോൾ പിന്നെ ധാർമ്മികത എന്നതിലൊന്നും വ്യത്യാസമില്ല. ഞങ്ങൾ CPM-കാരെ പോലെ തന്നെ എന്ന് താങ്കൾക്ക് പറയേണ്ടി വരും. അല്ലല്ലോ ശ്രീ കെ പി അഭിലാഷ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലൊരു പ്രശ്നമുണ്ട്. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു വേർഷൻ പറഞ്ഞു. അതായത് ഇതിൽ ചിലത് ഫാബ്രിക്കേറ്റഡ് ആവാം, ചിലത് മായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സംശയമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ രണ്ട് സൈഡുമുണ്ട്, ഒരു സൈഡ് മാത്രമല്ല, രണ്ട് സൈഡുമുണ്ട്. ആ രണ്ട് തൽക്കാലം അത് മാറ്റിവെക്കൂ എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാനങ്ങനെ പറഞ്ഞില്ല. അത് രാഹുലിന്റെ വാദമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹമാണ് പ്രൂവ് ചെയ്യേണ്ടത്. നാളെ നിങ്ങൾ അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ശരി, ചിലത് ഫാബ്രിക്കേറ്റഡ് ആയിക്കൊള്ളട്ടെ, പക്ഷെ മറ്റൊരു ചിലത് അവിടെ നിൽക്കുന്നുണ്ട്. അത് അങ്ങേയറ്റം ഗൗരവതരമല്ലേ ശ്രീ വസന്ത്? അല്ല, ഞാൻ ചിലത് എന്നല്ല പറഞ്ഞത്, തെളിവുകൾ എന്നാണ് പറഞ്ഞത്. ചില തെളിവുകൾ എന്ന് പറഞ്ഞു വരുന്ന വോയിസ് ക്ലിപ്പുകൾ മറ്റതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതും അന്വേഷിക്കട്ടെ. എല്ലാം അന്വേഷണത്തിന്റെ പരിധി ശരിയാണ്. താങ്കൾ പറഞ്ഞെടുത്ത് നിലനിൽക്കും. താങ്കൾ സാങ്കേതികമായി പറയുന്നു, അതായത് കോൺഗ്രസിന് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാനാകില്ല എന്നൊക്കെ. അതൊക്കെ ഇത് ചർച്ച കേൾക്കുന്ന ആർക്കും മനസ്സിലാകും. ആരാണ് ഒരാളെ മത്സരിപ്പിക്കുന്നത്, ആരാണ് അയാൾക്ക് വേണ്ടി ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരാൾ ജനപ്രതിനിധിയാകുന്നത്, ആരാണ് അയാളെ പിൻവലിക്കേണ്ടത്. പക്ഷെ ഇപ്പോഴും താങ്കൾ ഈ പറയുന്നത് പോലെ രേഖാമൂലം ഒരു പരാതിയില്ല എന്ന് പറയുമ്പോഴും ഇത്ര വലിയ ഇമേജിന് ഇത്രയും വലിയ കോട്ടമുണ്ടാക്കിയ ഒരു സാഹചര്യം, അതായത് ഈ കോൺഗ്രസിന്റെ മുഖമായി മാറുന്ന അവിടുത്തെ സൈബർ ഇടത്തിലെ പോരാളിയായിട്ടുള്ള തീപ്പൊരി നേതാവിന്റെ ഇമേജിന് ഇത്രയും കോട്ടം സംഭവിച്ചപ്പോഴും ആ നേതാവും ഒരു പരാതിയും ആർക്കെതിരെയും നൽകിയിട്ടില്ല ശ്രീ വസന്ത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ തന്നെ ഇന്നലെ ഏറിയത് രാഹുലിനെതിരായ ഒരു പരാതിയിൽ BJP ജില്ലാ പ്രസിഡന്റിന് 6 മാസം മുമ്പേ പരാതി കൊടുത്തെന്നാണ് പറഞ്ഞത്. അപ്പം രാഹുലിന് വേണ്ടി BJP ജില്ലാ പ്രസിഡന്റ് പരാതി പൂഴ്ത്തി വെച്ചോ? അപ്പൊ അതുകൂടി അന്വേഷിക്കുക. എന്തുകൊണ്ടാണ് ആ പരാതി ഇത്രയും കാലം BJP പ്രവർത്തകർ ഞങ്ങളുടെ ടെലിവിഷൻ ചാനലിലടക്കം വന്ന് ട്രാൻസ്ജെൻഡർ വുമൺ അടക്കം സംസാരിച്ചല്ലോ. ട്രാൻസ്ജെൻഡർ വുമൺ അടക്കം നേരിട്ടല്ലേ സംസാരിച്ചത്? അവർക്ക് മുഖം പോലും മറക്കേണ്ടതില്ല, എന്റെ മുഖം മറക്കേണ്ടതില്ല എന്ന് അവർ തന്നെ പറഞ്ഞു. അങ്ങനെയുള്ളവർക്കെതിരെ പോലും ഇത്ര വലിയ നാണക്കേടുണ്ടാക്കി, ഈ പറയുന്നത് പോലെ ഫാബ്രിക്കേറ്റഡ് ആയ തെളിവുകൾ ഉണ്ടാക്കി നാണം കെടുത്തിയിട്ട് ഒരു പരാതി പോലും കൊടുക്കാൻ MLA-ക്ക് സാധിക്കുന്നില്ല എന്നാണോ പറയുന്നത് ശ്രീ വസന്ത്? അല്ല അഭിലാഷ് ആരുടെയും മുഖം മറക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ വിഷയത്തിലൊന്നല്ല, ഏത് വിഷയത്തിൽ. ഇപ്പൊ നാളെ എനിക്കെതിരെയോ അഭിലാഷിനെതിരെയോ ആർക്കെതിരെയാണെങ്കിലും ഒരാൾക്ക് കൃത്യമായ എവിഡൻസിന്റെ പുറത്ത് അവരുടെ മനസാക്ഷിയുടെ മുമ്പിൽ ശരിയാണ് എന്ന് തോന്നുന്ന ഒരു ആരോപണം ഉണ്ടെങ്കിൽ, അത് സ്ത്രീ ആണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവൻ മുഖം മറയ്ക്കാതെ വന്ന് ആർജവത്തോടുകൂടി പറയണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ വിഷയത്തിലെ എല്ലാ പരാതിക്കാരെയും കോൺഗ്രസ് പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ നമുക്ക് രാഹുൽ പരാതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ സംശയം. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. പരാതി കൊടുക്കണം. ഒന്ന്, അദ്ദേഹത്തിനെതിരെ പരാതിയില്ല. പരാതി വന്നു കഴിയുമ്പോൾ സ്വാഭാവികമാണ് ശ്രീ വസന്ത്, താങ്കൾ ചില വിഷയത്തിലൊക്കെ, അതായത് രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണോ താങ്കൾ കാണുന്നത്? താങ്കൾ പ്രസ്ഥാനത്തിനുണ്ടാക്കിയ കോട്ടമില്ലേ? താങ്കളുടെ പ്രസ്ഥാനത്തിന് ഇത് വലിയ ക്ഷീണമുണ്ടാക്കിയില്ലേ? അതുകൊണ്ടല്ലേ യൂത്ത് കോൺഗ്രസിന്റെ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന് താങ്കൾ പറയുന്നു. ഉണ്ടെന്നേ അതങ്ങ് പരിഹരിക്കല് എത്ര എളുപ്പമാണ്. ഈ തിരിച്ചൊരു പരാതി ചെന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അല്ലല്ലോ, അത് പരിഹരിച്ചില്ലല്ലോ.
അത് പരിഹരിച്ച് തീർത്തില്ലല്ലോ കോൺഗ്രസ്. ഞങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ഇതാ തീവ്രത 32.8 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇത് തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഞങ്ങൾ ആദ്യം ഈ വിഷയത്തിൽ എടുത്ത ആദ്യത്തെ നടപടി, പ്രാരംഭ നടപടി, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുക, ഏത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. അതിനുശേഷം അദ്ദേഹത്തിനെതിരായി പരാതികൾ ഉണ്ടെങ്കിൽ പരാതികൾ വന്നതുമായി ഒക്കെ ബന്ധപ്പെട്ട് ഈ പാർട്ടിക്കുള്ളിൽ പഠനം നടത്താൻ, അല്ലാതെ ഞങ്ങൾ മറ്റേ വനിതാ കമ്മീഷന്റെ ക്ലീൻ ചിറ്റ് കൊടുക്കാൻ വേണ്ടിയല്ല, പാർട്ടിക്കുള്ളിൽ പഠനം നടത്താൻ വേണ്ടി ഞങ്ങൾ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പഠിക്കും, അതിനനുസൃതമായ നടപടികൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തെ ഞങ്ങൾ നിയമത്തിന് മുമ്പിൽ ഏതാണ് പൂർണ്ണ തോതിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പിണറായിയുടെ പോലീസില്ലേ, അവർ കേസെടുക്കട്ടെ, കേസെടുത്ത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് ശിക്ഷിക്കട്ടെ. യാതൊരു തരത്തിലുള്ള സഹായവും ഒരു ആരോപണ വിധേയനും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവില്ല. യെസ്, എന്തായാലും ശ്രീജിത്ത് പണിക്കർ, അതൊരു ന്യായമായ മറുപടിയാണ്. കാരണം പിണറായി വിജയന്റെ പോലീസാണ്, കേസെടുക്കട്ടെ, ആരും പരാതിയുമായി രംഗത്ത് വരുന്നില്ലല്ലോ എന്നൊക്കെയുള്ളതാണ് ഉന്നയിക്കുന്ന ന്യായം. ഒപ്പം സംഘടനാ തലത്തിൽ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ രാജിവെക്കുകയോ ചെയ്തല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രതിരോധം എത്രത്തോളം ശക്തമുള്ള ഒന്നാണ്? എന്തുകൊണ്ട് ഇത് ആരോപണങ്ങളാണ് എങ്കിൽ, ഇത് മനഃപൂർവമായ കരിവാരിത്തേക്കലാണ് എങ്കിൽ, നല്ല നിയമബോധമൊക്കെ ഉള്ള ആളായിരിക്കുമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും. ഈ ഇത്രയും അധികം വിമർശനങ്ങൾ നേരിട്ട ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തെ നാണം കെടുത്തിയ ആളുകൾക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല, ഒരു പരാതിയും നൽകുന്നില്ല. ശ്രീ അഭിലാഷ്, ഇപ്പോൾ ഈ ചർച്ചയിൽ ഇതിനോടകം കേട്ടിരിക്കുന്ന വാദങ്ങളൊക്കെ തന്നെ ദുർബലമാണ് എന്ന് പ്രാഥമികമായിട്ട് പറയട്ടെ. അഭിലാഷ് ഈ ചർച്ചയിൽ തുടക്കത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. CPM-ന്റെ ധാർമ്മികത തന്നെയാണോ കോൺഗ്രസിന്റെയും ധാർമ്മികത? ആ ചോദ്യത്തിന് ആണ് എന്നാണ് ഉത്തരവെങ്കിൽ പിന്നെ ഈ ചർച്ചയിൽ എനിക്ക് തുടർന്നൊന്നും സംസാരിക്കാനില്ല. അങ്ങനെ അല്ല എന്നാണ് എല്ലായ്പ്പോഴും കോൺഗ്രസ് പറയാറുള്ളത്. കോൺഗ്രസിൻ്റേതിൽ നിന്ന് വ്യത്യസ്തമാണ് CPM-ൻ്റെതെന്നാണ് പറയാറുള്ളത്. ഈ രണ്ടിൽ നിന്ന് വ്യത്യസ്തമാണ് BJP-യുടേത് എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ് എല്ലാ പാർട്ടിക്കാരും കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും പെരുമാറുന്നത് എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അത് ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ ഇവിടെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കം ചെയ്തത്? എന്താണ് കാരണം? തെളിവ് കിട്ടിയിട്ടാണോ? FIR ഉണ്ടായിട്ടാണോ? ഏതെങ്കിലും ഒരു വ്യക്തി നേരിട്ട് വന്നതിന്റെ തെളിവുകളെല്ലാം പുറത്തു വെച്ചിട്ട് ഇതാ നിങ്ങൾ ഇനി ജഡ്ജ് ചെയ്യൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ്? മകളുടെ പ്രായത്തിലുള്ള, മകളായി കരുതുന്ന ഒരു പെൺകുട്ടി ഒരു പരാതി പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഒരു അച്ഛൻ എന്ത് ചെയ്യുമോ അത് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം ഉണ്ട്. ഇനി ഈ മകൾ എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് എന്നതോ അത് പറഞ്ഞതിന് ശേഷം എത്ര കാലതാമസം അച്ഛൻ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് വന്നു എന്നുള്ളതൊക്കെ തന്നെ ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അല്പം മുമ്പ് ശ്രീ വസന്ത് പറഞ്ഞതും ഇന്നലെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞതും തമ്മിൽ ഒത്തുപോകുന്നില്ല. ഇപ്പൊ ശ്രീ വസന്ത് പറഞ്ഞത് എന്താണ്? പാർട്ടിയുടെ കൂട്ടായിട്ടുള്ള ഒരു തീരുമാനമാണതെന്നാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എന്താണ്? പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരോടും കേന്ദ്ര നേതൃത്വത്തിലുള്ള ആൾക്കാരോട് എല്ലാവരോടും സംസാരിച്ചു, ആരും ആവശ്യപ്പെട്ടിട്ടില്ല, താൻ സ്വമേധയായി തീരുമാനമെടുത്തതാണെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? തന്നെ ന്യായീകരിക്കേണ്ടുന്ന ബാധ്യത തന്റെ സഹപ്രവർത്തകർക്കില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ താൻ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ശ്രീ വസന്ത് ഇപ്പൊ പറയുന്നത് എന്താണ്? കൂട്ടായിട്ടുള്ള തീരുമാനമാണ്. ഞാൻ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷവും അങ്ങനെയല്ല, രാഹുൽ പറഞ്ഞത് തെറ്റാണ്, രാഹുലിനോട് ഞങ്ങളാണ് രാജി ആവശ്യപ്പെട്ടത്, അതാണ് ഞങ്ങളുടെ ധാർമ്മികത എന്ന് പറയാനായിട്ട് ഒരു കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിലുള്ള ആൾക്കാർ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പരോക്ഷമായിട്ട് ഇപ്പോഴും സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതേ പാർട്ടി തന്നെയാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരാളിന് നേരെ ആരോപണം ഉണ്ടാകുന്നു. ആ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ പ്രതീക്ഷിക്കുന്ന എന്താ? വലിയ കടുത്ത ആരോപണമാണ്, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയേ പറ്റൂ. അങ്ങനെയാണോ ആൾക്കാർ കരുതുന്നത്? അതാണോ കൂടുതൽ ഉത്തരവാദിത്തമുള്ള പൊസിഷൻ? എടാ, യൂത്ത് കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഒരാളിനെ പാലക്കാട് ജനത ചുമക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മര്യാദ എന്താ? എനിക്ക് മനസ്സിലാകുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ മുകളിലുള്ള കളങ്കത്തിനെ നീക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിന് തീരുമാനമെടുക്കാം. പക്ഷേ പാലക്കാട് ജനത അത് പേറണം, അത് തുടർന്നും അവരുടെ ബാധ്യതയാണ് എന്ന രീതിയിലത്തേക്ക് ഒരു സങ്കല്പം അതെന്തിനാ? അത് വരുന്ന സമയത്ത് നമുക്ക് FIR ഉണ്ടോ? അത് വരുന്ന സമയത്ത് തെളിവുണ്ടോ? അത് വരുന്ന സമയത്ത് ഒരു പരാതി ഉണ്ടോ? അത് വരുന്ന സമയത്ത് പിണറായി വിജയന്റെ പോലീസാണോ? പിണറായി വിജയന്റെ പോലീസോ പിണറായി വിജയനോ പറഞ്ഞിട്ടാണോ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തിനെ മാറ്റിയിരിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത് നേരം ഇത്രയും കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിനെ ന്യായീകരിക്കേണ്ട ബാധ്യത കോൺഗ്രസ്സുകാർക്കില്ല എന്ന് പറഞ്ഞിട്ടും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെ പരോക്ഷമായിട്ട് ന്യായീകരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് എന്താണ്? മുകേഷിന്റെ കേസാണ്.
ഞാൻ ചോദിക്കുന്നത് മുകേഷിന്റെ കേസ് ഇവിടെ വന്നപ്പോൾ പലരും പറയുന്നുണ്ട് മുകേഷിന്റെ കേസിൽ FIR ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആര് പറയുന്നുണ്ട്, CPM പറയുന്നുണ്ട്. പക്ഷേ രണ്ടാൾക്കാർ, ഒരു ഫിലിം കാസ്റ്റിംഗ് ഡയറക്ടറോ മറ്റോ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ത്രീ കൂടി അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം ഉന്നയിച്ച സമയത്ത് ഈ FIR മറ്റ് സാധനങ്ങളോ ഒക്കെ വരുന്നതിന് മുമ്പ് മുകേഷിനെതിരെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മുകേഷിന്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും മാർച്ച് നടത്തിയ 2 കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ പേര്, ഒന്ന് മഹിളാ കോൺഗ്രസ്, മറ്റൊന്ന് യൂത്ത് കോൺഗ്രസ്. അതെന്താ? അപ്പൊ ആ സമയത്ത് എവിടെയായിരുന്നു ധാർമ്മികത? ആ സമയത്ത് എവിടെയായിരുന്നു FIR? അത് പ്രധാനമല്ലേ? അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്നുണ്ടായിരുന്നു. FIR നോക്കിയിട്ടാണ് ഇനി മുതൽ കോലം കത്തിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നില്ല. തന്നെയുമല്ല, അന്ന് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ്, സംസ്ഥാനത്തെ നമ്പർ 1 നേതാവായിട്ടുള്ള ശ്രീമതി ജബി മേത്തർ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? സ്ത്രീ പീഡകർക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ല നിയമസഭ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്ന ആരോപണം എന്താണ്? എന്തിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്? എന്തിന്റെ പേരിലാണ് ഞാനൊരു മോറൽ ഹൈഗ്രൗണ്ട് എടുത്തിരിക്കുകയാണ്, ഞാനൊരു മോറൽ കുതിരയുടെ പുറത്താണ് ഇരിക്കുന്നത് എന്ന് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് എന്തിനാണ്? സമാനമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഇനി ഇതാണ് നിങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര കോൺഗ്രസിന്റെ MLA മാർ, എത്ര MP മാർ, മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അടക്കം ലൈംഗികാരോപണങ്ങൾ നേരിട്ടിട്ടില്ലേ? ആ സമയത്ത് കോൺഗ്രസ് ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിരുന്നോ? നിങ്ങൾ പാർട്ടിയുടെ ഒരു ചുമതലയിലും ഇനി വേണ്ട, പാർട്ടി ബോഡികളിൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. FIR ഉണ്ടായിട്ടുള്ള കേസുകളുണ്ട്, പോലീസ് കേസെടുത്തിരിക്കുന്ന കേസുകളുണ്ട്, പരാതി ഫോർമലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുണ്ട്. ആ സമയത്തൊന്നും ഇതുണ്ടായിരുന്നില്ല. അപ്പൊ എന്നിട്ടും അവരുടെ പേരിൽ ഉണ്ടാകാതിരുന്ന നടപടി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മണിക്കൂറുകൾക്കകം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളോ വിശ്വസനീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ശ്രീ VD സതീശൻ അടക്കം ശ്രീ സണ്ണി ജോസഫ് അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അതല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നല്ലോ. ഇപ്പൊ ശ്രീ വസന്ത് ഈ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ VD സതീശന് പറയാൻ അറിയാഞ്ഞിട്ടാണോ? അദ്ദേഹം അത് പറഞ്ഞില്ല. FIR ഇടട്ടെ എന്ന് പറഞ്ഞില്ല, പിണറായി പോലീസ് വരട്ടെ എന്ന് പറഞ്ഞില്ല, ആരോപണങ്ങൾ അവിടെ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞില്ല, ഇത് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, യൂത്ത് കോൺഗ്രസിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നീട് ഒരു ജനപ്രതിനിധിയായിട്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നൊരു വാദം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് ധാർമ്മികത മുൻനിർത്തി മാത്രമേ മറുപടി പറയാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ നമ്മളുടെയൊക്കെ സുഹൃത്താണ്, ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു യുവ നേതാവാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നിലവിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ വെറുതെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അതിനകത്തിൽ അവസാനിപ്പിക്കാം. ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് ഒരു പുരുഷനെതിരെ ആരോപണം പറഞ്ഞാൽ അതിന്റെ പുറത്ത് ഈ പുരുഷൻ എങ്ങനെ രാജിവെക്കണം എന്ന് പറയുന്നതിന് അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് വെറുതെയല്ല എന്ന് പ്രാഥമികമായിട്ട് നമുക്ക് ബോധ്യമാകുന്ന രീതിയിലത്തേക്കുള്ള ചില ചാറ്റ് സ്ക്രീൻഷോട്ടുകളും ചില ഓഡിയോ മെസ്സേജുകളും വന്നിട്ടുണ്ട്. ഇതൊന്നും എന്റേതല്ല എന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? മെസ്സേജിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താ, ആദ്യത്തെ കുറച്ച് മെസ്സേജ് അല്ലേ നിങ്ങൾ കാണിക്കുന്നുള്ളൂ, ബാക്കി എന്താ കാണിക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അത് നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതെങ്കിലും പറയാൻ, അങ്ങനെ നിഷേധിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. പാർട്ടിയിലുള്ള നേതാക്കളെ അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുന്നില്ല. ബാക്കി അപ്പോൾ പിന്നെ അദ്ദേഹത്തിനോട് രാജിവെക്കാനായിട്ട് ആവശ്യപ്പെടാൻ കഴിയില്ല. മറ്റുള്ള ആൾക്കാരും അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മര്യാദയല്ല, അത് ധാർമ്മികതയല്ല എന്നാണ് എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ധന്യ, ഇവിടെ ഇതാ അഡ്വക്കേറ്റ് ബലദേവ് ആരംഭിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചു, ഇതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു നേതാവിൻ്റെയോ കാര്യമായി അദ്ദേഹം ചുരുക്കി കാണുകയല്ല ചെയ്യുന്നത്. നമ്മളെപ്പോഴും സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ വലിയ വാചാലർ ആകുന്നവരാണ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങളും അതിൻ്റെ പരിപാലനവും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട സഭകളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ നിയമസഭ എന്നത്. അവിടെയാണ് ജബി മേത്തറൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ളവർ ഇരിക്കേണ്ട ഇടമല്ല ഈ നിയമസഭ എന്ന് പറയുന്നത് എന്ന്. ഇവിടെയും ഈ സൂചിപ്പിക്കുന്ന പോലെ ആർക്കെതിരെയും എന്ത് ആരോപണങ്ങൾ വേണമെങ്കിലും ഉന്നയിക്കാം. പക്ഷേ അങ്ങനെ ഉന്നയിക്കുന്നവരെ അടക്കം സൈബർ ഇടത്തിൽ ചിത്രീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അതിപ്പോൾ കോൺഗ്രസും അതിനെ പിന്തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ മോശമായി അവരുടെ പശ്ചാത്തലങ്ങൾ തിരക്കുക, അവർ ആരോടൊപ്പം സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നോക്കുക, അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, എന്നിട്ട് അതിനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒപ്പം രാഷ്ട്രീയ മാനങ്ങൾ അതിന് നൽകുകയാണ്. പക്ഷേ ഇവിടെ ഇതാ ഈ VD സതീശനെ പോലെയുള്ളവർ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, തനിക്ക് മകൾ തുല്യമായിട്ടുള്ള ഒരാളാണ് പരാതിക്കാരി എന്ന് പറയുമ്പോൾ ആ പ്രസ്ഥാനത്തിനകത്ത് നിന്ന് തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ പരാതി ഉന്നയിക്കുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല. എന്നിട്ടും ഇത്തരം ചില മുടന്തൻ ന്യായങ്ങൾ പറയുന്നു. ഈ സംഘടനാ തലത്തിൽ പുറത്താക്കിയല്ലോ, അതിനപ്പുറത്തിന് MLA സ്ഥാനത്ത് നിന്ന് എന്തിനൊഴിയണം, ഒപ്പം ഇതിനു മുമ്പ് നേരിട്ട ആരോപണങ്ങൾ നേരിട്ടവരൊന്നും ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞില്ലല്ലോ. ഇത്തരം മറുപടികളൊക്കെ എത്രത്തോളം സ്ത്രീ വിരുദ്ധമായാണ് കാണേണ്ടത്? അതിനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. ഞാനിവിടെ ഒരാളെ
നമ്മൾ കുരിശിലേറ്റാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടീനെ അപമാനിക്കാനോ അല്ല നമ്മൾക്കാർക്കും താല്പര്യം. കാരണം ഇവിടെ നമ്മുടേത് ജനാധിപത്യ രാജ്യമാണ്. അപ്പം നമുക്കിടയിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ ജനപ്രതിനിധികളായി വരുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ ചെറിയ പൊസിഷൻ തൊട്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ വരെ ഇരിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മൾ കണ്ട് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഒരു പദവിയിലേക്ക് എത്തപ്പെടുമ്പോൾ അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു ആ ഒരു പ്രിവിലേജ് അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവുന്നത്. വിഷയങ്ങളും സമൂഹത്തെയും സ്ത്രീകളെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നേരത്തെ ഒരു ചിന്തന ശിബിരം ഉണ്ടായ സമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ 2 പെൺകുട്ടികളെ സെക്ഷൽ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പരാതി ഉണ്ടായിരുന്നു. പിന്നെ പരാതി പിൻവലിച്ചു. ആ പരാതിക്കാരുടെ വീട്ടിലേക്ക് ഇവർ പോയി അവരെ മാപ്പ് പറഞ്ഞു. അങ്ങനെ ഒതുക്കി. എപ്പോഴും ഈ ഒതുക്കലുകളാണ് നടക്കുന്നത്. എത്ര വലിയ കുറ്റകൃത്യം ചെയ്താലും രാഷ്ട്രീയ പാർട്ടികളിൽ ഒതുക്കലുകളാണ് നടത്തുന്നത്. നിങ്ങൾക്കറിയാമോ 2015 ഈ കോൺഗ്രസ് പാർട്ടീൻ്റെ സ്റ്റേറ്റ് ഉപാധ്യക്ഷനായിട്ടുള്ള KPCC പ്രസിഡന്റ് താഴെ ഉള്ള പോസ്റ്റിലുള്ള ഒരാൾ, ജോർജ് എന്നാണ് അയാളുടെ പേര്. അയാൾ വയനാട് സ്വദേശിയാണ്. അയാൾ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ അയാൾ മുൻപ് വയനാട്ടിലെ DCC സെക്രട്ടറി ആയിരുന്നു. ഇയാൾ കുറേ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അപ്പോൾ അവിടെ ഓപ്പോസിറ്റുള്ള ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിലെ അച്ഛനും അമ്മയും അവിടെ ജോലിക്ക് പോകും. അപ്പോൾ അവരുടെ കുട്ടി ഒരു ദിവസം ആ അമ്മേനെ തപ്പി അവിടെ പോയ സമയത്ത് ഇയാളെ 15 വയസ്സുള്ള കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കളഞ്ഞു. എത്ര വലിയ കോലാഹലം സൃഷ്ടിച്ച് എത്ര വലിയ ഇഷ്യൂ ഉണ്ടായി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, രാഷ്ട്രീയ സ്വാധീനമുള്ളവർ ഇത്തരം കേസുകളിൽ പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. 2015 തൊട്ട് 2025 വരെ ആയിട്ടും ആ കേസിൽ ഇതുവരെ ഒന്നും ആയില്ല എന്നുള്ളതാണ്. അതായത് പോക്സോ നിയമപ്രകാരം ഇയാൾ 120 ദിവസം ഇയാൾ റിമാൻഡിലായ ഒരു വ്യക്തി 10, 20, 25 വർഷം ഇനി ജയിലിൽ കിടക്കേണ്ട ഒരാളുടെ 10 വർഷത്തിനിപ്പുറത്തേക്കും ആ കേസ് പോക്സോ കോടതി തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ സ്വാധീനങ്ങൾ വരുന്ന കേസുകൾ വരുമ്പോൾ ആർക്കാണ് നഷ്ടം? ഇവിടെ ഇപ്പോൾ മുമ്പ് ഇതേപോലെ പറഞ്ഞ ഒരു BJP നേതാവ് പാലക്കാട് മുതലമടയിൽ 15 വയസ്സുള്ള ഒരു ആദിവാസി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ ഈ അഗസ്ത്യർ വനത്തിൽ പിന്നെ ഇതുപോലെ ഒരു പാർട്ടിയുടെ കേരള കോൺഗ്രസ് ബിയുടെ പാർട്ടി പരിപാടിക്ക് ഒരു ബസ്സിൽ ആൾക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് 3 കുഞ്ഞുങ്ങളെ സെക്ഷൽ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അതൊന്നും ആ കേസ് ഞങ്ങൾക്ക് എല്ലായിടത്തും നമുക്ക് സെപ്പറേറ്റ് പോക്സോ കോടതികളുണ്ട്. അപ്പോൾ വിചാരണ തുടങ്ങുകയോ അല്ലെങ്കിൽ ഈ കേസിന് ശിക്ഷ വിധിക്കുകയോ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കണം, 2020 ഉണ്ടായ പോക്സോ കേസ് വരെ നമ്മൾ ശിക്ഷ വിധിച്ചു കഴിഞ്ഞു ഇവിടെ 20 വർഷം. പക്ഷേ 2015 രാഷ്ട്രീയ പാർട്ടിക്കാർ പിന്നെ പ്രതികളായിട്ടുള്ള കേസുകൾ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയണ്ടത്, ഇവർക്ക് നല്ല സ്വാധീനം ഉള്ളത് കൊണ്ടാണ്, പൊളിറ്റിക്കൽ ലെവലിലും നല്ല സ്വാധീനം ഉള്ളത് കൊണ്ടാണ് ഈ മനുഷ്യർ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നതും. ഈ പെൺകുട്ടികളൊന്നും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ ഞാനാണിപ്പോൾ വന്ന് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ നിങ്ങളുടെ ആ സൈബർ അറ്റാക്ക് നടക്കുന്നത് കണ്ടോ? നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാനിവിടെ വന്നിരുന്ന് സംസാരിച്ച എനിക്കെതിരെയും ഭയങ്കരമായിട്ട് ചെയ്തു. അത് അങ്ങനെയില്ല. രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് തലത്തിലേക്ക് തരം താഴ്ന്നു. ഇവരുടെ ഒരു ധാരണ അങ്ങനെ ഇവർ തരം താഴ്ന്നതുകൊണ്ട് ഈ പെണ്ണുങ്ങളെല്ലാം എന്ത് ചെയ്യുന്ന വെച്ചാൽ പേടിച്ചിട്ട് ആര് തന്നെ പരാതി കൊടുക്കത്തില്ല. അത് രാഷ്ട്രീയക്കാർ നിങ്ങൾ ഇത് മാത്രമൊന്നുമില്ല, 100 കണക്കിന് വിഷയങ്ങൾ ഇനിയുമുണ്ട്. അതായത് ഇപ്പോൾ കുറച്ച് നാൾ മുന്നെയാണ് ഒരു കേസിൽ ശിക്ഷ വിധിച്ചത് ഇവിടെ വെഞ്ഞാറമൂട്. ആ വെഞ്ഞാറമൂട് 13 വയസ്സുള്ളൊരു കുഞ്ഞിനെ റേപ്പ് ചെയ്തത് CPIയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. ആ കേസ് എടുക്കാനായിട്ട് 6 മാസം എടുത്തു. അച്ഛൻ മരിച്ചുപോയ കുട്ടീനെ അയൽവാസിയായിട്ട് ഒരേ പ്രായമുള്ള പ്രതിക്കും ഇതേ പ്രായമുള്ള കുട്ടി. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കളിക്കാൻ പോയ സമയത്ത് ഈ കുഞ്ഞിനെ പിടിച്ച് റേപ്പ് ചെയ്ത് കളഞ്ഞു. ഈ കുട്ടി ഇത് പേടിച്ചിട്ട് ഈ ഡ്രസ്സെല്ലാം എടുത്ത് വിറകുവരൻ്റെ അടിയിൽ കുഴിച്ചിട്ടു. അവിടുന്ന് അമ്മയുടെ മാനസിക വിഭ്രാന്തി കാണിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മ ഓടി. ആരും വിശ്വസിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ. പിന്നീട് ഈ കേസ് അന്വേഷണം നമ്മളെല്ലാം ഇടപെട്ട ശേഷം ആ എവിഡൻസ് അടക്കം, ബയോളജിക്കൽ എവിഡൻസ് അടക്കം കണ്ടെടുത്ത ശേഷം ഇയാൾക്ക് 20 വർഷം ശിക്ഷ വിധിച്ചു. അപ്പോൾ ഇതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രതികളായിട്ട് വരുന്ന നിരവധി കേസുകൾ എവിടെയുണ്ട്. ഇത് സമൂഹത്തിന് വളരെ മോശമാണ്. എനിക്ക് താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ കാര്യം ശരിയാണ്. പക്ഷേ ഇവിടെ ഇതാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ടാണ് പലരും വെളിപ്പെടുത്തിയത്. തുറന്ന് പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രായപൂർത്തിയായവർ ആണ്. ഇത്രമേൽ മാധ്യമങ്ങൾക്ക് മേൽ സംസാരിച്ചു കഴിഞ്ഞു. അതായത് പൊതുവേ ഇത് പൊതുസമൂഹം അറിയാതിരിക്കട്ടെ, അല്ലെങ്കിൽ ആ വിചാരണ നടപടികളടക്കം രഹസ്യ സ്വഭാവത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ടാകാം. അത് താങ്കൾ പറഞ്ഞതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ. പക്ഷേ ഇതെന്തുകൊണ്ടായിരിക്കാം ഈ ചാനൽ ചർച്ചയിലും ചാനലുകളിലും അടക്കം കൃത്യമായി പ്രതികരിക്കുന്നവർ പോലും ഇങ്ങനെയൊരു നിയമപരമായ ഒരു പരാതി ലഭിച്ചാൽ നമ്മുടെ പോലീസ് സംവിധാനത്തിനടക്കം മുന്നോട്ട് പോകാം. ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള നിയമോപദേശം എന്നത് ഒരു പരാതി ലഭിച്ചിട്ടില്ല,
അതുകൊണ്ട് നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടായിരിക്കാം തയ്യാറാകാത്തത്? അതാണ് ഇപ്പോൾ ഈ കുട്ടിയായാലും മുതിർന്നവരായാലും ഈ പൊളിറ്റിക്കൽ സമ്മർദ്ദം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ കേസ് കൊടുത്താൽ അത് പിൻവലിപ്പിക്കാനും, ഈ റീസെൻ്റ് ആയിട്ട് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഒരു പെണ്ണിൻ്റെ വീട്ടിൽ രാത്രി 11 മണിക്ക് കയറിപ്പോയിട്ട് ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. അപ്പോൾ ആ വീട്ടിൽ കയറിപ്പോയി അവർ കൊണ്ടുപോയി പരാതി DYSPക്ക് പരാതി കൊടുത്തു. ആ പരാതി പാർട്ടിക്കാരെല്ലാം പിറ്റേ ദിവസം അവിടെ പോയിരുന്ന് കുത്തിയിരുന്ന് പിൻവലിപ്പിച്ചു. ഇത് ആരായിരുന്നാലും ഇതേ നടക്കത്തുള്ളൂ. പിന്നെ എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് എന്തെങ്കിലും നമുക്കൊരു ഇത് സംഭവിച്ചു പോയാൽ നാളെയും ജീവിക്കണം. ആൾക്കാർ ഒറ്റപ്പെടുത്തി കളയും. പണ്ടത്തെ പോലെയല്ല, ഇവരുടെ ശത്രുക്കൾ തന്നെ ഇവരുടെ ഫോട്ടോസും എല്ലാം എടുത്ത് അങ്ങ് വൈറലാക്കുകയല്ലേ. പിന്നെ ഇവർക്ക് വഴി ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഇവർക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? ഇവരുടെ ജീവിതം അങ്ങ് അടഞ്ഞു പോകും. അവരുടെ വരുമാന മാർഗ്ഗം ഇല്ലാതാവും. ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരും തന്നെ പരാതിയായിട്ട് മുൻപോട്ടേക്ക് പോകാത്തത്. അവർ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യരായിരിക്കും, തൊഴിലുകൊണ്ട് വെറുതെ ഇരിക്കുന്ന മനുഷ്യരാണ് വീട്ടിനകത്ത് ഇരുന്നാൽ പോരെ, അവർക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വരില്ലല്ലോ. ഇത് മനുഷ്യരായിട്ട് സംവദിക്കുമ്പോഴല്ലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ പുള്ളി 7-8 പേരെ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ്. അതായത് സാധാരണ ഒരു ആണും പെണ്ണും ഇഷ്ടപ്പെട്ടാൽ സെക്സ് ചെയ്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഈ ജനാധിപത്യ രാജ്യത്ത് ഇത് അങ്ങോട്ട് പോയി കിണ്ടി 1 വർഷമല്ല 2 വർഷമല്ല 3-ാം വർഷം പോലും ഇതേ സെയിം മെസ്സേജ് അവർക്ക് അയച്ച് അവരെ സെക്സിന് വേണ്ടി നിർബന്ധിക്കുന്നതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇയാൾ ഗർഭചിത്രത്തിന് വേണ്ടി അയാൾ പിന്നെ പ്രഷർ ചെയ്യുന്നു. അങ്ങനെയല്ലല്ലോ. ഇവിടെ ഈ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യമില്ല. അപ്പോൾ ഇതൊരു മനോവൈകൃതമായിട്ട് നമ്മൾ ഇതിനെ കാണണോ അതോ അധികാര പദവി ദുരുപയോഗം ചെയ്യുന്നതായിട്ട് കാണണോ? ശരിക്കും പറഞ്ഞ ജനപ്രതിനിധികളായിട്ട് വരുന്നവർക്കും രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നവർക്കും ഒക്കെ ഒരു പരിശീലനം ആവശ്യമാണ്. എങ്ങനെ മനുഷ്യരോട് അത് സത്യമാണത്, എങ്ങനെ പെരുമാറണം എന്നുള്ളത് പോലെ. ഇന്ന് രാവിലെ ഇത് ഇത്രയും ഇഷ്യൂസ് നടക്കുമ്പം കോൺഗ്രസിൻ്റെ നന്നായിട്ട് സംസാരിക്കാനെങ്കിലും പറ്റുന്ന ആൾക്കാർ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരണം. ഇപ്പോൾ ശ്രീകണ്ഠൻ ചേട്ടൻ ഉടനെ പറഞ്ഞു ഡ്രസ്സിന്റെ കാര്യമാണ്. അപ്പൊ ഇവര് തിങ്കിങ് ഈ തോട്ട് ലെവൽ എവിടെ കിടക്കുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു വിഷയത്തെ സീരിയസ് ആയിട്ട് കാണുകയാണോ അതോ എങ്ങനെ ഇത് മറയ്ക്കാം എന്നുള്ളതാണ്. റൈറ്റ്. അവിടെയാണ് ശ്രീ വസന്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. താങ്കൾക്ക് നേരത്തെ വിഡ്രോ ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വീണ്ടും വരുന്നത്. ഇവിടെ ഇതാ ഈ ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിക്കുന്ന പോലെ യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുമെന്ന് പറയുമ്പോൾ ഒരു MLA എന്ന നിലയിൽ എത്രയോ ആളുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാളെ സമീപിക്കേണ്ടതായി വരും. അതിൽ എത്രയോ സ്ത്രീകൾ ഉണ്ടാകും. ഈ കഴിഞ്ഞ ദിവസം പോലും ഈ രാഹുലിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയവർ സൂചിപ്പിക്കുന്നത് 2023 മുതൽ മെസ്സേജുകൾ അയക്കുന്നതാണ്. ഈ കഴിഞ്ഞ മാസം അടക്കം 2 മാസം മുമ്പ് വരെ മെസ്സേജുകൾ അയച്ചിരുന്നു എന്ന് ഒരാൾ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം മറ്റൊരാളാകട്ടെ ഈ മാധ്യമങ്ങളെ കാണുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇക്കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തരം മനോവൈകൃതമുള്ളവരെ ജനങ്ങൾ എന്തിനു ചുമക്കണം എന്നതും പ്രസക്തമല്ലേ. ഒരു സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുന്നുവെങ്കിൽ ആ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയതിനെ വലിയ കാര്യമായി ചിത്രീകരിക്കുകയും അവരെ ജനങ്ങൾ ചുമന്നുകൊള്ളൂ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? അല്ല നോക്കൂ ശ്രീ KP, ഈ ആരോപണങ്ങളെല്ലാം ഓൺ ചെയ്തുകൊണ്ടല്ല അയാളെ സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. അത് സബ്ജക്ട് ടു ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ഇനി രാഹുൽ മാങ്കൂട്ടം നേരിട്ട് പറഞ്ഞു ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഒരു ക്രോണോളജിയുടെ ഇഷ്യൂ ഉണ്ട്. 11:30 ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നിങ്ങളെ കാണുന്നത്. അപ്പോൾ VD സതീശനോട് നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഉണ്ടാകുമോ? അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നു നടപടി ഉണ്ടാകും. പ്രഥമ ദൃഷ്ട്യാ ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും ധാർമ്മികപരമായ ഒരു നടപടി ഉണ്ടാവും. ആ നടപടിക്ക് ഞാൻ നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞാൽ പാർട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ മുമ്പിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് നടപടി ഉണ്ടാകും എന്ന്. ആ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 1:30 അദ്ദേഹം രാജിവെച്ചു. അതിപ്പോൾ പാർട്ടിക്ക് ഇത് ചൂരലെടുത്ത് ഇതാ രാജിവെക്ക് എന്ന് പറയേണ്ട വന്നില്ല എന്നതാണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്? പാർട്ടി വളരെ ക്ലിയറായി നിങ്ങളോടും അദ്ദേഹത്തോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായിട്ടല്ലേ പറയുന്നത്. വളരെ ക്ലിയറായി പറയാം, പാർട്ടി ഔദ്യോഗികമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകേണ്ടതായി വരും. ആ നടപടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചു. നല്ല കാര്യം. ഇനി ശ്രീമതി ധന്യ പറഞ്ഞതുപോലെ സ്വാഭാവികമായും അത് കരുത്തുള്ള ആരോപണമായിരിക്കണം. അങ്ങനെ ഒരു പാർട്ടിയെ സംബന്ധിച്ച് വെറുതെ ഒരു ആരോപണം വരുന്ന വഴിയൊന്നും അങ്ങനെ രാജിവെക്കാൻ ആവശ്യപ്പെടില്ലല്ലോ ശ്രീ വസന്ത്.
അല്ല, വെറുതെ ഒരു ആരോപണമല്ലേ. നോക്കൂ, ഇത് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ വലിയ പ്രതിസന്ധിയിൽ, വലിയ പ്രതിരോധം ഈ സർക്കാരിനെതിരായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സർക്കാരിൻ്റെ സമസ്ത മേഖലയിലും, അതായത് ഇപ്പം ധന്യ സൂചിപ്പിക്കാതെ പോയൊരു കാര്യമുണ്ട്. തിരുവനന്തപുരത്ത് 6 മാസം മുമ്പാണ് തലമുടിക്കുത്തിന് പിടിച്ച് തെരുവിലൂടെ ഒരു സ്ത്രീയെ വലിച്ചുകൊണ്ട് പോയത്. മ്യൂസിയം പോലീസ് 1.5 മണിക്കൂർ എടുത്തു അവിടെ ഒന്ന് വരാൻ വേണ്ടി. അങ്ങനെ സ്ത്രീ സംബന്ധമായ വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉയർത്തുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, സ്ത്രീ സഹജമാവട്ടെ, വിലക്കയറ്റമാവട്ടെ, അങ്ങനെ ഒന്നിടപെടാത്ത പ്രശ്നങ്ങൾ ഈ സർക്കാരിനെതിരായി ഇത്തരത്തിലൊരു പ്രതിരോധങ്ങൾ ദുർബലമാക്കുകയല്ലേ എന്നുള്ളതാണ്. ശ്രീ കെ പി, ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നോക്കൂ, അങ്ങനെ ഞങ്ങൾ പ്രതിരോധം ഉയർത്തി നിൽക്കുന്ന സമയത്ത് ഈ ആരോപണം, ഞാനത് വളരെ ക്ലിയറായി പറഞ്ഞു, സബ്ജക്ട് ടു ഇൻവെസ്റ്റിഗേഷൻ, അത് പ്രൂവ് ചെയ്യപ്പെടേണ്ടത്. അങ്ങനെ ഒരു ആരോപണം നിൽക്കുമ്പോൾ അത് ഞങ്ങളെ പ്രതിരോധത്തിലാക്കും, സംശയമൊന്നുമില്ല, അക്സെപ്റ്റ് ചെയ്യാണ്. ആ പ്രതിരോധത്തിലാക്കുന്നതിൽ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയാൻ വേണ്ടിയാണ് തൽക്കാലം അദ്ദേഹത്തെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. ഇനി അത് മറ്റൊരു പ്രശ്നം, ഈ MLA സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റാത്തതിൻ്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ മറ്റൊരു പ്രശ്നം ഉണ്ടെന്ന്, ഇത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അയാൾ നാളെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നാൽ MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? മന്ത്രിസ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റും, പക്ഷേ ഇത് കൊടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. അത് തീവ്രത അളക്കാനല്ല, ഈ ആരോപണങ്ങളിലെ നിജസ്ഥിതി ബോധ്യപ്പെടാനാണ്. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ അടുത്ത നടപടി ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ, പ്രാരംഭഘട്ടത്തിൽ ഒന്നാമത്തെ നടപടി ഉണ്ടായി. അതാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ പാർട്ടിക്ക് പറയുന്ന ടെക്നിക്കൽ കാര്യമൊക്കെ നിങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് ബാധകമല്ലല്ലോ എന്ന ചോദ്യം കൂടി ശ്രീജിത്ത് പണിക്കർ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ താങ്കൾ ഒരു മന്ത്രിയെ മാറ്റി നിർത്തിയെന്നത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് മന്ത്രി കസേരയിലേക്ക് അദ്ദേഹം തിരികെ എത്തി എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ ഈ മുകേഷിനെ പോലെയുള്ളവർക്കെതിരെ താങ്കളുടെ പ്രസ്ഥാനം നടത്തിയ പ്രതിഷേധം എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അത് മന്ത്രി കസേരയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതല്ലല്ലോ, ജനപ്രതിനിധി എന്ന പദവി ഒഴിയണം എന്നതായിരുന്നല്ലോ ആവശ്യം. എനിക്ക് തോന്നുന്നു മുകേഷിനെതിരായി ആദ്യമായി ന്യൂസ് 18 ആണ് വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അത് ബ്രേക്ക് ചെയ്ത് 3-ാമത്തെയോ 4-ാമത്തെയോ മിനിറ്റിൽ നിങ്ങളുടെ തന്നെ ചാനലിന്റെ പ്രതികരണത്തിലാണെന്ന് തോന്നുന്നു ശ്രീമതി പി സതീദേവി, ഈ സംസ്ഥാനത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ, നേരിട്ട് അയാളെ ന്യായീകരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ എന്തിന് പ്രതിഷേധവുമായി ഇറങ്ങുന്നത്? സംസ്ഥാന വനിതാ കമ്മീഷൻ നേരിട്ട് ന്യായീകരിക്കാൻ പാടുണ്ടോ ഇത്തരത്തിലൊരു വിഷയത്തിൽ? അത് ഞങ്ങളുടെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും പാടില്ല. അപ്പോ മുകേഷിന്റെ മാത്രം വിഷയമല്ലെന്നേ, പി ശശിയുടെ കാര്യത്തിൽ എന്താണ് നിലപാട് സ്വീകരിച്ചത്? ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന പി ശശിയല്ലേ? പി കെ ശശിയുടെ കാര്യത്തിൽ നിന്ന് നിലപാട് ഇവരെടുത്തത്? അങ്ങനെ ഒന്നിടപെടാത്ത വിഷയങ്ങളുണ്ട്. ഇനി BJP-ക്കാരെ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ബ്രിജിഭൂഷൺ സിംഗിനെതിരെ ഈ ഒളിമ്പിക്സ് താരങ്ങൾ എവിടെയൊക്കെ പരാതി കൊടുത്തു? ഒളിമ്പിക്സ് അസോസിയേഷന് കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, ലോക്സഭാ സ്പീക്കറിന് കൊടുത്തു, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് കൊടുത്തു. എന്നിട്ട് അവർ സമരവും ചെയ്തു. ബ്രിജിഭൂഷണെ മാറ്റിയില്ല. ഒടുക്കം ബ്രിജിഭൂഷന്റെ മകന് സീറ്റ് കൊടുത്തു. അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ചെയ്ത BJP-യും CPM-ഉം ഞങ്ങളെ മൊറാലിറ്റി പഠിപ്പിക്കാൻ വരരുത്. ഒരേ ഒരു മിനിറ്റ് അല്ലല്ല, ഈ മൊറാലിറ്റിയുടെ കൂടെ തീവ്രത പരിശോധിച്ച് നോക്കൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി എടുത്തു ചാടി ഒരാൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആദ്യമായി പ്രാഥമികമായി ഞങ്ങളുടെ മുമ്പിലുള്ള ആരോപണത്തിന്റെ പുറത്ത് ഞങ്ങൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ ആക്ഷൻ എടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആക്ഷനിലേക്ക് പോകണമെങ്കിൽ അതിന്മേൽ പഠനം നടത്തണം. അതിന്മേൽ ഞങ്ങൾക്ക് നിജസ്ഥിതി ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടാനാണ് തൽക്കാലം കോൺഗ്രസ് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ ആ റിപ്പോർട്ട് എടുത്തുകൊണ്ട് വന്ന് ഇതാണ് റിപ്പോർട്ട്, ഇത് അതേപടി നോക്കി FIR ഇട്ടോ എന്നിട്ട് അത് കോടതി കൊടുത്തൊന്നും ഞങ്ങൾ പറയില്ല. അത് ഞങ്ങളുടെ ഇന്റേണൽ പ്രോസസ്സാണ്. ആ ഇന്റേണൽ പ്രോസസ്സിന്റെ റിപ്പോർട്ട് വരുമ്പോൾ രണ്ടാമത്തെ ആക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അതെടുക്കും. ഇനി ഒരു കാര്യം കൂടെ ഞങ്ങൾ ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി ഞങ്ങൾക്ക് അനുകൂലമായി എഴുതുന്ന പ്രൊഫൈലുകളാണെങ്കിൽ പോലും പരാതിക്കാർ മുമ്പ് ഉപയോഗിച്ച ഡ്രസ്സോ അവരിട്ട റീലോ എന്തെങ്കിലുമുള്ള തരത്തിലൊക്കെ അവരെ അവഹേളിക്കുന്ന തരത്തിൽ ആരെഴുതിയാലും ആര് പറഞ്ഞാലും അതിനെ മുഴുവൻ ഈ പാർട്ടി ഓൺ ചെയ്യും. ശ്രീകണ്ഠനെ പോലെയുള്ള MP ആണ് അത്തരത്തിൽ പരാമർശം നടത്തിയത്. ആരാണെങ്കിലും ശ്രീകണ്ഠനെ പോലെയുള്ളവർക്ക് എങ്ങനെയാണ് അങ്ങനെ പരാമർശം നടത്താൻ പറ്റുന്നത്? ആരാണെങ്കിലും അതിനെ റദ്ദ് ചെയ്യാണ്. പരാതി ഫോൾസ് ആണ്, പരാതി ഫേക്ക് പരാതിയാണ് എന്ന് പ്രൂവ് ചെയ്യപ്പെടുന്നതും വരെ ആ പരാതിക്കാരിയുടെ അന്തസ്സത്ത്, അത് ഫേക്ക്, ഈ കേസിൽ ഫേക്ക് ആണെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ ഫേക്ക് ആണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടാൽ വേറൊരു കേസിലെങ്കിലും
അങ്ങനെ വരുന്നോടം വരെ ആ പരാതിക്കാരിയുടെ അന്തസ്സത്ത് സൂക്ഷിക്കുക, അതിനെ ബഹുമാനിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് വി കെ ശ്രീകണ്ഠന്റെ ഉത്തരവാദിത്തമാണ്, പിണറായി വിജയന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ ഉത്തരവാദിത്തമാണ്, അങ്ങയുടെയും ഉത്തരവാദിത്തമാണ്. ശ്രീജിത്ത് പണിക്കർ, എന്തായാലും ഒരു നിയമപരമായ ഒരു പരിരക്ഷയും നൽകാൻ പോകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന് എന്നാണ് വസന്ത് പറയുന്നത്. അല്ല, നോക്കൂ, ഇതിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാദങ്ങൾ ദുർബലമാണ്. കാരണം നമ്മളിവിടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ വി ഡി സതീശന് മൾട്ടിപ്പിൾ ചുമതലയുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്നത് പ്രതിപക്ഷ നേതാവ് എന്നതും പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എന്നതുമാണ്, അധ്യക്ഷനോടൊപ്പം തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പറയുകയാണ് തന്റെ മുന്നിൽ ഒരു മകൾ വന്ന് പരാതി പറയുമ്പോൾ ഒരച്ഛൻ ചെയ്യുന്നത് എന്തോ അത് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഈ ഒരു അച്ഛൻ മകൾ ബന്ധമുള്ളത്? ഈ മകൾ പറയുന്നതിനെ ഡൗട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ്, അല്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, പലതവണ ശ്രീ വസന്ത് ഈ ചർച്ചയിൽ പറഞ്ഞത് സബ്ജക്ട് ടു ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ സബ്ജക്ട് ടു ഇൻവെസ്റ്റിഗേഷൻ ആണ് നിങ്ങളൊരു കാര്യം പൂർണ്ണമായി ബോധ്യമായിട്ട് എടുക്കുന്നത് എങ്കിൽ ഒരു മകള് പറയുന്ന സമയത്ത് അച്ഛനത് ചെയ്തോ? ചെയ്തില്ല. കാരണം എന്തുകൊണ്ടാ? ഒരു മകളും വന്ന ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഡൗട്ട് ചെയ്യത്തില്ല. കാരണം ആ മകളെ വിശ്വാസമാണ്. ആ വിശ്വാസം ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ശ്രീ വി ഡി സതീശൻ ഉണ്ട്. അത് ശ്രീ വസന്ത് പറയുന്നത് പോലെ അല്ല. അപ്പൊ അതിന് ഒരുപക്ഷെ തെളിവുകൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാകും. ഈ പറയുന്ന എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകും. കാരണം ഒരു സ്ത്രീ പുറത്ത് പറയുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അച്ഛനോട് പറയുന്നത്, കൂടുതൽ പറയും. അപ്പം മകൾ അച്ഛനോട് പറയുന്നത് പോലെ എന്ന രീതിയിൽ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സബ്ജക്ട് ടു ഇൻവെസ്റ്റിഗേഷൻ അല്ല. അതല്ല എങ്കിൽ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് എന്നാ നീ ആ സ്ഥാനം അങ്ങ് ഒഴിഞ്ഞേര് എന്ന് പറയാനാണ് ഇരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് എളുപ്പമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ സണ്ണി ജോസഫിനെതിരെ വെറുതെ ഒരാളിനെ കൊണ്ട് ഒരു ഇത് പറയിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ നാളെ അതാ ഒരു മകൾ അച്ഛനോട് ഉള്ള പിന്നെ അച്ഛൻ എന്ത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സണ്ണി ജോസഫ് മാറണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രീ വസന്ത് അതിന് മറുപടി പറഞ്ഞില്ല. സോളാർ കേസിൽ ആരോപണം, പരാതി ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷവും ആരോപണ വിധേയരായിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ ആരൊക്കെ സംഘടനാ ചുമതലയിൽ ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ. പക്ഷെ ആരൊക്കെ രാജിവെച്ചു? എന്താണ് ഈ രണ്ട് കേസുകൾ തമ്മിലുള്ള വ്യത്യാസം? ഒരുപക്ഷെ ആ കേസിൽ ഈ ആരോപണത്തിന്റെ സത്യസന്ധതയിൽ പാർട്ടിക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇവിടെ തീരുമാനമെടുക്കുന്ന ആൾക്കാർ അത് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് എവിടെ നിന്ന് മാറ്റി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത ഒരാളിനെ എന്തുകൊണ്ടാ പിന്നെ അഭിലാഷ് അടൂർ സ്വദേശിയായിട്ടുള്ള പത്തനംതിട്ട ജില്ലക്കാരനായിട്ടുള്ള ആളിന് പാലക്കാട്ട് സീറ്റ് കിട്ടിയത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ എന്ത് സ്വീകാര്യത കൊണ്ട്? അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ടാണ്. അപ്പൊ ബൈ വെർച്യൂ ഓഫ് ദാറ്റ് പോസ്റ്റ് അദ്ദേഹത്തിന് അവിടെ അത് സ്വീകാര്യത കൊടുത്തു, അദ്ദേഹത്തിന് അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തു. ഞാൻ പറഞ്ഞ ആ യൂത്ത് കോൺഗ്രസിന് ഇദ്ദേഹത്തിനെ വേണ്ട എന്നൊരു അഭിപ്രായം ഉണ്ട് എങ്കിൽ പിന്നെ പാലക്കാട്ടുള്ള ജനത ഇദ്ദേഹത്തിനെ അവിടെ കൊണ്ട് നടന്നേ മതിയാകും, അതിന് ഞങ്ങൾക്ക് കൺട്രോൾ ഇല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹം ഇതുവരെ വിശദീകരിക്കുന്നില്ല. അതിന്റെ വാദമാണ് ദുർബലമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പോഴും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പോലും കോൺഗ്രസ്സുകാർ ചെയ്യുന്നില്ല. എന്നെ നിങ്ങൾ ന്യായീകരിക്കേണ്ട എന്നാ പറയുന്നത്. നിങ്ങൾക്ക് ആ ബാധ്യത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രാജിവെച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ എന്തിനാണ് പിന്നെ രാജിവെക്കുന്നത്? നിങ്ങൾ ന്യായീകരിക്കുന്നത്, വി ഡി സതീശനെ ന്യായീകരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞതിനെ ന്യായീകരിക്കൂ. അത് ചെയ്യുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. എന്തായാലും വസന്ത് അദ്ദേഹത്തിന് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് ബലദേവ്, ഇവിടെ ധന്യ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ എന്തായാലും ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും താങ്കൾ വിശ്വസിക്കുന്ന പിന്തുടരുന്ന പാർട്ടിയിൽ പോലും അത്തരം ആരോപണങ്ങളുണ്ട്, അതും തിരുത്തപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അതുവരെ അവരെന്തുമായിക്കൊള്ളട്ടെ, പിന്നീടെങ്കിലും ഇവരെ ചുമക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് എത്തുന്നതിന് ഒരു ക്യാമ്പയിനുകളോ അല്ലെങ്കിൽ ഒരു പഠനമോ അവർക്ക് തന്നെ നൽകേണ്ട ഒരു ബോധവൽക്കരണമൊക്കെ നൽകേണ്ട സമയം കൂടിയാണോ ഇത്തരം സൂചനകൾ? ഇതിപ്പോൾ നമ്മുടെ നിയമസഭയിൽ തന്നെ ഈ ആരോപണ വിധേയരായ നിരവധി ആളുകളുണ്ട്, അതിൽ പല പേരുകളുമുണ്ട്. ആ പേരുകൾ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. അതിൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ അംഗങ്ങളുണ്ട് എന്നതാണല്ലോ വസ്തുത. നമ്മുടെ നിയമസഭയിൽ നിന്ന് കോൺഗ്രസിന്റെ MLA രാജിവെച്ചാൽ പിന്നെ MLA കാണത്തില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാര്യം പെരുമ്പാവൂർ MLA എൽദോസ് കുന്നംപള്ളി, കോള MLA വിൻസെന്റ്, പിന്നെ വിൻസെന്റ്, പിന്നെ വേറെ MLA പേര് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ശ്രീജിത്ത് പറഞ്ഞതുപോലെ പഴയ സോളാർ കേസിൽ അദ്ദേഹം അയച്ചൊരു മെസ്സേജ് ആ സ്ത്രീ പുറത്തു വിട്ടായിരുന്നു, എന്റെ മാറിടങ്ങൾ റോസാപ്പൂ പോലെയാണെന്ന് പറഞ്ഞു. പിന്നെ അന്ന് ശ്രീജിത്ത് പറഞ്ഞ പോലെ AICCയുടെ വക്താവ് അദ്ദേഹം ഇപ്പൊ MP ആണ്. ഇവരൊന്നും അന്ന് ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും രാജിവെച്ചിട്ടൊന്നുമില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള. കോൺഗ്രസിൽ മാത്രമൊന്നുമല്ല, CPM-ലും നിരവധിയായ ആളുകൾ നിരനിരയായി നിൽപ്പുണ്ട്. അത് അധികാരത്തിന്റെ ഇടനാഴിയിൽ സ്വാധീനമുള്ളവരും ഒക്കെ ആയിട്ടുള്ളവർ. ഇപ്പോൾ ശശിമാരുണ്ട്, P. ശ്രീരാമകൃഷ്ണനെതിരെ നേരത്തെ ആരോപണം വന്നിരുന്നു, കടകംപള്ളിക്കെതിരെ നേരത്തെ ആരോപണം വന്നിരുന്നു.
വന്നിരുന്ന എല്ലാവരും ഞാൻ ഗണേഷ് തുടക്കത്തിലേ കുമാറിനെതിരെ വന്നിട്ടുണ്ട്, മുകേഷിനെതിരെയുണ്ട്. ഇടതുപക്ഷത്തിലുണ്ട്, BJP-യിലും ഉണ്ട്, കോൺഗ്രസിലും ഉണ്ട്. ഈ ലൈംഗികാരോപണം കേട്ടാൽ അതെ അതെ ഒത്തിരി പേരുണ്ട്. നമ്മൾ പേര് പറഞ്ഞ ഒത്തിരി ഉണ്ട്. അല്ല, ശശീന്ദ്രൻ നമ്മൾ നേരത്തെ മന്ത്രിസ്ഥാനത്തിലേക്ക് തിരികെ വന്നത് ചർച്ച ചെയ്തതുകൊണ്ടാണ് അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ അഭിലാഷ്. അല്ല ഇതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമെങ്കിലും ഇതൊന്ന് മാറ്റിയാൽ വലിയ ഗുണമായിരിക്കുമല്ലോ. നമ്മളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് വരികയാണ്. ഞാൻ വായിച്ച ഒരു ഓർമ്മയാണ്, ഒരു പക്ഷേ എനിക്ക് ശ്രീജിത്തിന് അറിയാമായിരിക്കുന്ന പ്ലേറ്റോയുടെ ഒരു പുസ്തകമാണ് ദ റിപ്പബ്ലിക്. അതിലാണെന്നാണ് എന്റെ ഒരു ഓർമ്മ, തെറ്റാണെങ്കിൽ തിരുത്താം. രാഷ്ട്രീയക്കാർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല, പക്ഷെ മദ്യപിക്കാൻ വിഭജിക്കാം. വലിയൊരു ഫിലോസഫർ പറഞ്ഞാണ്. പേര് മാത്രം എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞാണ് കാര്യം. അതിന്റെ കാരണം വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാർത്ഥതയുണ്ടാവും, സ്വത്ത് സമ്പാദിക്കണം, ഭാര്യയും മക്കളും എന്ന കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കും. അതുകൊണ്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വൈകുന്നവരെ പൊതുജന പ്രവർത്തകനായി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് അല്പം മദ്യപിക്കാം, അദ്ദേഹത്തിന് വേണ്ടി വന്നാൽ വിഭജിക്കാം. പക്ഷെ ആ രണ്ട് കാറ്റഗറിയിൽ താങ്കളെ കോട്ട് പറഞ്ഞുകൊണ്ട് ഞാനൊരു തിരുത്തൊന്നുമല്ല. ഇവിടെ ആരും വ്യഭിചാരത്തെ ചോദ്യം ചെയ്യുന്നില്ലെന്നേ. അതിന് സൗകര്യമില്ലാത്ത പെൺപിള്ളേരെ പോയി തോണ്ടാൻ നിൽക്കരുതെന്നാണ് നമ്മൾ ഈ പറയുന്നത്. നിങ്ങൾ ഞങ്ങളെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ അതവിടെ അവസാനിപ്പിച്ചേക്കണം. വ്യഭിചാര കേന്ദ്രങ്ങളിൽ പോവുകയോ അങ്ങനെ സമ്മതം, ഇത് തന്നെ സൂചിപ്പിച്ചു, ഉഭയകക്ഷി സമ്മതത്തോടെ നടക്കട്ടെ. ഇതൊക്കെ മനുഷ്യന്റെ ആവശ്യങ്ങളല്ലേ. ഞാൻ അതാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വലിയ ഉദ്ദേശത്തോടെയാണ്. കാരണം അതിന് പ്രത്യേക വ്യഭിചാര കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇത് മാന്യമായി ജീവിക്കുന്ന പല പെൺകുട്ടികൾക്കും അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും അവർക്ക് പല 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 വാഗ്ദാനങ്ങൾ നൽകി. ഇതിന്റെ എല്ലാം ഇപ്പൊ MLA എന്ന് പറയുമ്പോഴോ MP എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോഴോ ചില ദൗർബല്യമുള്ള സ്ത്രീകളെ സ്വാധീനിക്കാറ്. എല്ലാ സ്ത്രീകളും ഒന്നുമല്ലല്ലോ. ചില ദൗർബല്യങ്ങളിൽ വീണു പോകുന്നവരുണ്ട്. ചിലർക്ക് ചില സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്യും, ചിലർക്ക് ചിലപ്പോൾ സിനിമയിൽ അഭിനയിക്കാന്നുള്ള സ്ഥാനമായി കൊടുക്കാന്ന് പറയും. ഇങ്ങനെ പലതും പറഞ്ഞ് പെൺകുട്ടികളെ വശീകരിക്കുന്നുണ്ട്. അത് പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഔദ്യോഗിക സ്ഥാനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളുടെ അവരുടെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്ത് അവരെ ഇങ്ങനെ സെക്സ്വൽ അബ്യൂസിന് ഉപയോഗപ്പെടുത്താൻ പാടില്ല. രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ചെയ്യുന്ന അതാണ്. ഈ പാവപ്പെട്ട സ്ത്രീകൾ അതിനകത്ത് വീണുപോയിച്ചു. പിന്നെ ഇതെന്ന് ചെല്ലി ഇറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ചില സ്ത്രീകളുണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നമുക്കൊരു കാര്യം പറയാം. ഇപ്പൊ നമുക്ക് അതാണ് തന്നെ സൂചിപ്പിച്ചത്. ഈ പരാതികൾ കംപ്ലീറ്റ് പാർട്ടി ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. പരാതികളുമായിട്ട് പാർട്ടി ഓഫീസിലേക്ക് പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അപ്പൊ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും കിട്ടും. അവർക്ക് ഭർത്താവില്ല, അല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലാണ്, അല്ലെങ്കിൽ ഫാമിലി പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ പരാതിയിൽ നിന്ന് കുറെ ചൂഷണം നടക്കുന്നുണ്ട്. ഞാനത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, തിരുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പരാതിയിൽ നിന്നാണ് കുറേ കേസുകൾ എല്ലായിടത്തും കെട്ടിക്കിടക്കുവാണ്. ആരും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ ഇന്നലത്തെ ഒരു സംഭവം പറയാം. ഞാൻ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. ഒരു വലിയൊരു ഉദ്യോഗസ്ഥന് ഇന്നലെ ഞങ്ങൾ രാവിലെ കോടതിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്, വലിയ ഉദ്യോഗസ്ഥനാണ്, ജുഡീഷ്യറിലെ പേരൊന്നും പറയുന്നില്ല, ജില്ലയും പറയുന്നില്ല. ഞങ്ങൾ രാവിലെ കോടതി റിസീവ് ചെയ്ത് ചെല്ലുമ്പോൾ ഓർഡർ വരുന്നു വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ട്രാൻസ്ഫർ. കാര്യം എന്താണ്? ഒരു സെക്സ്വൽ അബ്യൂസാണ്. ഹൈക്കോടതിക്ക് പോയ ഒരു പരാതിക്കാരി കൊടുത്തതാണ്. ഒരു കക്ഷി വീട്ടിൽ വന്നു, ആ പരാതിയാണ്. വലിയൊരു ഉദ്യോഗസ്ഥനാണ് ജുഡീഷ്യറിലെ. അപ്പൊ ഇത് ഇങ്ങനെ ചില അവസരങ്ങൾ പലർക്കും ഉണ്ടാകും. ഞങ്ങളുടെ വിശേഷിച്ച് കുടുംബ കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരുടെ ഇങ്ങനെയുള്ള നിരവധി കേസുകൾ വരും. ഇപ്പോൾ വിവാഹം ഒരു പെൺകുട്ടി വരുന്ന വിചാരിക്കുക. ആ പെൺകുട്ടിയെ പല വക്കീലന്മാരും മറ്റൊരു കണ്ണോടുകൂടിയാണ് കാണുന്നത്. ഇവള് ഭർത്താവുമായിട്ട് അടിയിട്ട് വഴക്കിട്ട് വന്നിരിക്കുകയാണ്. ആ രീതിയിൽ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ പരാതിയുമായിട്ട് പിന്നെ വേറെ പ്രത്യേകത തന്നെ പറഞ്ഞതുപോലെ പലരും രാഷ്ട്രീയക്കാരെ എതിരാണെങ്കിൽ പോലും ഒരു അതിർത്തി തർക്കം ഉണ്ടായാലും ഒരു ചെറിയ വഴക്കുണ്ടായാലും തൊട്ടടുത്തുള്ള രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. വേറെ സാമൂഹ്യ പ്രവർത്തകരുടെ വീട്ടിലേക്ക് ചെല്ലത്തില്ല. അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ഇതിനകത്തുണ്ട്. നമ്മളൊരു പിരിവിന് ചെല്ലുമ്പോൾ പോലും 10 രൂപ തരാത്തവരുണ്ട്. പക്ഷെ അവർക്കൊരു ഇഷ്യൂ വരുമ്പോൾ അവരൊരു അമ്പലം കമ്മിറ്റി ഭാരം കോടിക്കണക്കിന് അമ്പലങ്ങൾ കൊടുക്കുന്നവരായിരിക്കും. പക്ഷെ അവർ അമ്പലം കമ്മിറ്റി ഭാരം എടുക്കാൻ പോകത്തില്ല. കാര്യം അവർക്കറിയാം പോലീസ് സ്റ്റേഷനിലോ പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ തഹസിൽദാരോ കളക്ടറോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റെ സഹായം വേണം. ഇത് പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്നവരെ സെക്സ്വൽ അബ്യൂസ് ചെയ്യുക. മറ്റേ ഇവിടെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ട്രാൻസ്ജെൻഡർ വരെ പരാതി നൽകിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങേയറ്റത്തെ ഒരു കുറ്റകരമായ ഒരു വീഴ്ചയാണ്. അതാണ് ഇപ്പൊ അഭിലാഷ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അത് മാത്രമല്ല, റേപ്പ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് ശരിയാണ്. തീർച്ചയായിട്ടും അഭിലാഷ്, ഇത് ബോധവൽക്കരണത്തിന്റെ കുറവല്ല, ചില സമയത്ത് ഉണ്ടാകുന്ന ചില ഒരു കാട്ടാള മനോഭാവമാണ്. അല്ലാതെ ഈ പറഞ്ഞ പ്രതികളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരെല്ലാവരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരല്ല. ഇവരെല്ലാം ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിച്ചവരാണ്. അവരാണ് ഈ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകുന്നത്. കാട്ടാളന്മാരൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് ബോധവൽക്കരണം
ഞങ്ങളുടെ എല്ലാ പാർട്ടിയിലും ഉണ്ട്. സ്റ്റഡി ശരി ക്ലാസ് ശരി ഉള്ള ഒരു ശരി വർഷത്തിൽ റൈറ്റ്. 3-4 എന്തായാലും ദിവസം ഈ സ്റ്റഡി ചർച്ച ക്ലാസ് ഉണ്ട്. അവസാനിപ്പിക്കേണ്ട സമയമാകുമ്പോൾ ആവർത്തിച്ച് പറയേണ്ടത് താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഒരു പുരുഷ മേൽക്കോയ്മയോടുകൂടി സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് നിന്നും പേരുണ്ട്, മാറി ഒത്തിരി പേരുണ്ട്. ചിന്തിക്കേണ്ടവരും മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരുമാണ് ജനപ്രതിനിധികൾ. അവർ അത് തിരുത്തണം. അതുകൊണ്ടാണ് ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. എന്തും MLA ആയി തുടരാൻ അർഹതയുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന ചോദ്യത്തിന് 59% ആളുകൾ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. തുടരാം എന്നാണ്. 38% പ്രേക്ഷകരാണ് തുടരാൻ അർഹതയില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. നിഷ്പക്ഷമായി അഭിപ്രായം രേഖപ്പെടുത്തിയത് 3% ആളുകൾ ആണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.